ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ മഹേഷ് തന്നെ തള്ളി പറഞ്ഞല്ലോ എന്നൊരു സങ്കടത്തിലാണ് ഇഷിത. പക്ഷേ ഇഷിതയെ തള്ളി പറഞ്ഞതല്ല മഹേഷ്. തൻ്റെ വീട്ടുകാരോടൊപ്പം നിൽക്കണമോ അതോ ഇഷിതയോടൊപ്പം നിൽക്കണമോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം താൻ കണ്ണുമടച്ച് ഇഷിത ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള തെളിവുകളില്ല. മാത്രമല്ല, അവിടെ വീണ്ടും ഇഷിത നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇഷിത അവിടെ ഒറ്റപ്പെടും. ആ ഒരു സമയത്ത് എല്ലാ തെളിവുകളോടും കൂടിയും കൈലാസിനെ പിടികൂടിയതിന് ശേഷം ഈ ഇഷിതയെ തൻ്റെ വീട്ടിലേക്ക് അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ച് തന്നെ ഇഷിതയെ കൊണ്ടുവരണം. ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഒരിക്കലും ഇഷിത ആ ഒരു വീട്ടിൽ നിൽക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മഹേഷ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. എന്തായാലും മഹേഷിൻ്റെ മനസ്സിലുള്ള കാര്യം ഇഷിതയോടൊന്ന് തുറന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷിതയ്ക്ക് മാത്രക്കും സങ്കടം ആവില്ലായിരുന്നു. എന്തായാലും നമ്മുടെ ഇഷിത നല്ല ബോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇഷിതയോ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും മഹേഷ് മുകളിലേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് ഇഷിതയും മഹേഷും തമ്മിൽ കാണുന്നുണ്ട്. ഇഷിതയോട് സംസാരിക്കാനായിട്ട് കൈയോർത്തൊക്കെ പിടിച്ചിട്ട് പുള്ളിക്കാരൻ സംസാരിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ ഇഷിത നിന്നില്ല കേട്ടോ. ഇഷിത മൈൻഡ് ചെയ്യാതെ ഒറ്റ പോക്ക്. കൈലാസിനെ കൈയോടെ പിടികൂടി കഴിഞ്ഞതിന് ശേഷം ഇവളുടെ പിണക്കം മാറ്റാം എന്നൊക്കെ ഇങ്ങനെ മഹേഷ് മനസ്സിലിങ്ങനെ വിചാരിക്കുക. മാത്രമല്ല, ഇഷിത തന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് വിനോദിനോട് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ വിനോദ് ഇഷിതയോട് പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ചേച്ചി ഒരിക്കലും മഹേഷേട്ടനെ തള്ളി പറയരുത്. കാരണം മഹേഷേട്ടന് അറിയാം എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന്. കൈലാസിനെ കൈയോടെ പിടികൂടാനുള്ള ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടാണ് മഹേഷേട്ടൻ മാറി നിൽക്കുന്നത് തന്നെ എന്ന് പറയുകയാണ്. എന്തായാലും ഇഷിത പറഞ്ഞു, എനിക്കറിയാം മഹേഷ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു നിമിഷം അത് ഉൾക്കൊള്ളാനായില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. എന്തായാലും ബാക്കിയുള്ളവർക്കൊക്കെ, മഹേഷിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ സന്തോഷമായിക്കോട്ടെ വിനോദിനോട്. ഞാനിങ്ങനെ പറയുന്നുണ്ട്, വിനോദിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മഹേഷിൻ്റെ വീട്ടിലുള്ളവർ എന്ന് പറഞ്ഞാൽ വിനോദിൻ്റെയും സ്വന്തക്കാർ തന്നെയാണല്ലോ. ഞാനിങ്ങനെ പറയുന്നുണ്ട് വിരോധമില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിനോദ് പറഞ്ഞു, എന്തായാലും എൻ്റെ അമ്മ എനിക്കറിയാം. അമ്മ ഒരു പാവമാണ്. മാത്രമല്ല മഞ്ജിമേച്ചി കുറച്ച് കുശുമ്പുങ്ങുന്നായ്മയൊക്കെ ഉള്ള ആൾ തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കൈലാസേട്ടൻ ഇത്ര ഒരു ചെറ്റത്തരം ചെയ്തു എന്ന് ആ പാവം വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ കൈലാസ് ആ പാവത്തിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചേച്ചിയോടൊക്കെ ഇതുപോലെയൊക്കെ പെരുമാറുന്നത്, ഏട്ടത്തിയോട് ഇതുപോലെ പെരുമാറുന്നത്. എന്തായാലും എൻ്റെ വീട്ടുകാരുടെ പേരിൽ ഞാനും എൻ്റെ ഏട്ടനൊക്കെ ഏട്ടത്തിയോട് ക്ഷമ ചോദിക്കുക. പിന്നെ ഉടനെ തന്നെ അവൻ്റെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരും. പിന്നെ ചേച്ചിയുടെ ജീവിതം, പഞ്ചമി ചേച്ചിയുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധം വേർപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ ഈ കൈലാസേട്ടൻ ഇത്രയും ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞ് മഞ്ജുമേച്ചിക്ക് വീണ്ടും സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിക്കട്ടെ, ക്ഷമിക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? മഞ്ജുമേച്ചിയോട് കൈലാസേട്ടൻ്റെ തനി സ്വഭാവം നമുക്ക് പറഞ്ഞു നോക്കാം, തെളിവുകൾ സഹിതം നമുക്ക് കൊടുത്തു നോക്കണം എന്നൊക്കെ അങ്ങനെ ഒരു ദൗത്യമാണ് എന്നെ ഏട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ മയൂരിയെ വിളിച്ചിരുന്നു എന്നിങ്ങനെ പറയാം. അവളെ വിളിച്ചിട്ടും കാര്യമില്ല. അവൾ ഒന്നും സമ്മതിച്ചു തരികയുമില്ല. അവൾ അയ്യോ പാവം പോലെ ഇങ്ങനെ നിൽക്കും. നമ്മൾ അവളുടെ വലയിൽ വീണും പോകും. അങ്ങനെ ഒരു സ്ത്രീയാണ് അവൾ. ശരിക്കും സ്ത്രീ കുലത്തിന് തന്നെ നാണക്കേടാണ് അവളെപ്പോലെയുള്ളവരെ എന്നൊക്കെ ഇഷിത ഇങ്ങനെ പറയുകയാണ്. അവൾ വിട്ട് തരാനായിട്ട് കൂട്ടാക്കിയില്ല, അവൾ പിടി തരാനായിട്ട് കൂട്ടാക്കിയില്ല. പക്ഷേ ഞാൻ വിടുവോ? എന്തായാലും നമ്മുടെ പാർട്ടിയിലെ കുറേ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഞാൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, ഈ മയക്കുമരുന്നിൻ്റെ ആ ഒരു പാക്കറ്റ് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും മാത്രമല്ല അവളുടെ വീട്ടിൽ കൈലാസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭമൊക്കെ മുതലാക്കാനായിട്ട് തന്നെയാണ് എൻ്റെ അണികൾ കുറച്ച് പേര് ഞാൻ ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവളുടെ വീടിൻ്റെ പരിസരത്ത്. ഇതേ സമയം നമ്മുടെ ഇഷിതയ്ക്കും മഹേഷിനുമെതിരെ പ്രയോഗിക്കാനായിട്ട് ആയുധവുമായി ആകാശും രചനയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാരണം ചിപ്പിമോൾ ഇപ്പോൾ ഇഷിതയും മഹേഷും രണ്ടായ സ്ഥിതിക്ക് ചിപ്പിമോൾ രണ്ടിടത്തായിട്ട് കിടന്ന് വലയുകയാണ് എന്ന് വനിതാ കമ്മീഷനിൽ അല്ലെങ്കിൽ ആ ജഡ്ജിക്ക് മുമ്പാകെ അറിയിക്കുക. ഇഷിതയും മഹേഷും കൂടെ വേർപിരിച്ചിട്ടുണ്ട്. ചിപ്പി മോൾക്ക് ശരിക്കും ഒരു അമ്മയോ അച്ഛനോ ഇല്ലാത്തൊരവസ്ഥയിലാണ്. ആ കുഞ്ഞിൻ്റെ ആ ഒരു മനോനിലയെ പോലും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്, കൊച്ചിൻ്റെ വളർച്ചയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും രണ്ട് വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ജഡ്ജിയുടെ മുന്നിൽ പോയി കരഞ്ഞ് അപേക്ഷിക്കുകയാണ് രചന. രചന ചെയ്യുന്നത് നമ്മുടെ ആദിമോൻ അറിയുകയാണ്. ആദിമോൻ ഇപ്പോൾ ഇഷിതയോടൊരു സോഫ്റ്റ് കോർണർ, ഇഷിത തന്നെ നോക്കിയ കാര്യമൊക്കെ ആദിമോൻ ഓർമ്മ വരികയാണ് കേട്ടോ. പൂർണ്ണമായിട്ട് ഓർമ്മ വന്നില്ലെങ്കിൽ ഇതങ്ങനെയൊക്കെയാണ്, ഇത് തൻ്റെ സ്വപ്നമാണോ സത്യമാണോ നടന്നതാണോ അല്ലയോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ഇഷിതയോട് പഴയൊരു ദേഷ്യം ആദിക്ക് തോന്നുന്നില്ല. എന്തായാലും
നമ്മുടെ രചന കരഞ്ഞ് കാല് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജിയുടെ മുന്നിൽ പോയി കരഞ്ഞ് കാല് പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജി അങ്ങനെയാണെങ്കിൽ ഞാൻ അന്വേഷിക്കാം, അന്വേഷണത്തിന് ശേഷം ഞാനൊരു തീരുമാനം എടുക്കാം, അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഭാവി ഇരുട്ടിലാക്കാനായിട്ട് ഞാൻ ആർക്കും കൂട്ടു നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി ഇഷിതയുടെയും മഹേഷിൻ്റെയും വീട്ടിലേക്ക് ഞാൻ ചെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആകാശിനോട് വന്നിട്ട് കാര്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ രചന പറയുന്നത്. തനിക്ക് തൻ്റെ ചിപ്പിമോളെ കിട്ടാൻ പോവുകയാണ്. ഇഷിതയെ പോലീസ് അറസ്റ്റ് ചെയ്യും. നോക്കിക്കുക, കാരണം ഇഷിത ചിപ്പിമോളെ കയ്യിൽ തട്ടിയെടുത്തതിന് ശേഷം ചിപ്പിമോളെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ആദ്യം ചാടി എഴുന്നേറ്റു. ഒരിക്കലും ഡോക്ടർ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കാണ്. ആ ഡോക്ടർ അത്രയ്ക്ക് ക്രൂരയൊന്നും അല്ല. പിന്നെ അമ്മ ഡോക്ടർ ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ, അമ്മയല്ല പലപ്പോഴും അങ്ങോട്ടേക്ക് ചെന്ന് കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രചനയോട് തട്ടിക്കയറാനാണ് ആദ്യം ശ്രമിക്കുന്നത്. ആ ഡോക്ടർ ഒരു പാവമാണ്, നിങ്ങൾ എത്ര പറഞ്ഞാലും ആ ഡോക്ടർ ഒരു പാവം തന്നെയാണ്, അതെൻ്റെ മനസ്സ് പറയുന്നു. എന്തായാലും ആ ഡോക്ടർ വെറുതെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട. ചിപ്പിമോളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊള്ളുക, പക്ഷേ ആ ഡോക്ടർ ഒരു പഞ്ച പാവം തന്നെയാണ്, ആ ഡോക്ടർക്കെതിരെ കളിക്കാനായിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ അമ്മ എന്ന് രചന ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദ്യം അങ്ങ് പോവാണ് കേട്ടോ. രചനയാണെങ്കിൽ ആകെ അടിയേറ്റതുപോലെ ആയിപ്പോയി. എന്തായാലും ചിപ്പിയുടെ അമ്മ എന്നും പലവട്ടം ഈ നമ്മുടെ ആദി പറയുന്നുണ്ട്. അപ്പോൾ ആദിയുടെ മനസ്സിലും ചിപ്പിയുടെ അമ്മയായിട്ട് അവൾ പതിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദിക്ക് ഒരു സോഫ്റ്റ് കോർണർ അങ്ങോട്ട് തോന്നിയ സ്ഥിതിക്ക് ആദി ചിലപ്പോൾ മഹേഷിനോടൊപ്പം മഹേഷ് വിളിച്ചാലും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇഷിതയോട് താല്പര്യക്കുറവൊന്നും ആദിക്കില്ല. പക്ഷേ ആ ഇഷിതയെയും ആദിയെയും മഹേഷിനെയൊക്കെ ശത്രുവാക്കി പരസ്പരം ശത്രുക്കളാക്കി മാറ്റിയാൽ മാത്രമേ ആകാശ് വിചാരിച്ച കാര്യങ്ങൾ ആകാശിന് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകാശ് രചനയോട് പറഞ്ഞു, ഇത് വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിന്റെ കുട്ടിയെ നിനക്ക് നഷ്ടപ്പെടും, ആദ്യം നിനക്ക് നഷ്ടപ്പെടും. ഒരെണ്ണത്തിന് നീ നേടിയെടുക്കുമ്പോൾ അടുത്തത് മഹേഷിനോടും ഇഷിതയ്ക്കും ഒപ്പം പോകുമെന്നാണ് തോന്നുന്നത്. ഇതെന്താ ആദ്യം ഇങ്ങനെ എന്നും ചോദിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട രചന. ആ സമയത്ത് ആകാശ് പറഞ്ഞു, ഒരു പക്ഷേ അവൻ പറയുന്നത് ആയിരിക്കാം. ആ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഇഷിതയായിരിക്കും അവനെ നോക്കിയത്. ഇഷിതയുടെ ആ ഒരു സ്നേഹത്തിലും പരിചരണത്തിലും ഒക്കെ കഴിഞ്ഞ് അവന് ആ ഒരു ഓർമ്മകളിലായിരിക്കാം അവനെ ഈ പറയുന്നതൊക്കെ എന്ന് പറയാം. എന്നാലും അവൾ എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റലിൽ നമ്മുടെ ആദിമോനുണ്ടെന്ന്. അഥവാ ഇനി ആദി അവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആദിയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നെങ്കിലോ എന്നൊക്കെ ആകാശം ഇങ്ങനെ ചോദിക്കുക. അതും ശരിയാണ്, ആദിയാണ് ഇതെന്ന് അവൾക്കറിയില്ലല്ലോ. എന്തായാലും നീ പേടിക്കണ്ട, ചിപ്പിമോളെ നിനക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മൃണാളിനെ ഇപ്പോൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവർ ജഡ്ജിയൊക്കെ ഇഷിതയുടെ വീട്ടിലേക്ക് മഹേഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ മഹേഷിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് സ്വപ്നവല്ലിയാണ് കഥക് തുറന്നത്. അങ്ങനെ സ്വപ്നവല്ലിയെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിതയെ തള്ളിക്കളഞ്ഞു. ഇഷിത ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ ചിപ്പിമോളുടെ അമ്മയായിട്ട് കൊണ്ടുവന്ന് ഇഷിതയെ വേണ്ട എന്ന് വെച്ചല്ലേ കൊച്ചിനായിട്ട് വട്ടം തട്ടുകയാണല്ലേ. അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ സ്വപ്നവല്ലി അല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മഞ്ജിമ പതുക്കെ അവിടെ നിന്ന് മാറി ഫോൺ വിളിച്ച് ഇഷിതയെ കാര്യങ്ങൾ അറിയിക്കുകയാണ്. നീ തെറ്റൊക്കെ ചെയ്തു, പക്ഷേ ചിപ്പിമോളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഉണ്ടാവണം, ഒന്നും സംഭവിക്കാത്തതുപോലെ. അങ്ങനെ ഇഷിത പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അകത്തെല്ലാവരെയും കണ്ട് അന്തം വിട്ട് ഇഷിത ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കുക. അപ്പോഴേക്കും ഇഷിത ഇവിടെ തന്നെയാണോ താമസം? അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത്? എൻ്റെ വീട്ടിലല്ലേ ഞാൻ താമസിക്കേണ്ടത്, ഇതല്ലേ എൻ്റെ വീട് എന്ന് ഇഷിത ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളറിഞ്ഞത് അല്ല മേഡം എന്താ അറിഞ്ഞത്, ആരാ മേഡത്തിനോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല, ചിപ്പിമോളെ കാണാമെന്നൊക്കെ ഓർത്ത് വന്നതാണ്. ഇഷിതയെയും ചിപ്പിമോളെയൊക്കെ ഒന്ന് കാണാമെന്നോർത്ത് ഇവിടത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ചിപ്പിമോളോട് ചോദിച്ചപ്പോൾ ചിപ്പിമോള് അമ്മയും താനും തമ്മിലുള്ള, ചിപ്പിമോൾക്ക് അറിയത്തില്ല ഇവർ വഴക്കാണെന്ന്, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചിപ്പിമോള് കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഫ്ലാറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റി. എന്തായാലും ഇഷിത പറഞ്ഞത് അത്ര വിശ്വാസമായിട്ടില്ല എന്ന് ജഡ്ജിക്ക് ഇവർക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്തു. ഇഷിതയും മഹേഷും ചിപ്പിമോളും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ആ ഒരു സമയം ഈ ജഡ്ജിയെ കാണിച്ചു കൊടുക്കുക. ജഡ്ജി തൻ്റെ പിന്നാലെ ഉണ്ടെന്ന് മഹേഷിനും ഇഷിതയ്ക്കും മനസ്സിലായി. അങ്ങനെ അവർ പാർക്കിലേക്കൊക്കെ പോവുകയാണ്. ആ ഒരു സമയത്ത് ജഡ്ജിയെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട്.
ജഡ്ജി ഏർപ്പാടാക്കിയ ആൾക്കാർ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ 3 പേരും കൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ അവരെ ഫോളോ ചെയ്താൻ പറഞ്ഞ് ജഡ്ജി പാർക്കിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ജഡ്ജിക്ക് മനസ്സിലാവുകയാണ് ജഡ്ജിയെ കാണിക്കാനായിട്ടാണെങ്കിലും ഇവർ സന്തോഷത്തോടു കൂടിയിട്ട് ചിപ്പിമോളുമായിട്ട് കളിച്ച് രസിക്കുന്ന ആ ഒരു ഇതൊക്കെയാണ് ജഡ്ജി കാണുന്നതും. ഇതാണോ പറഞ്ഞത്? എന്നിട്ട് ആ ഒരു രചനയ്ക്കിട്ട് തന്നെ കൊത്തു കൊടുക്കുന്ന രീതിയിൽ രചനയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് അവർ പിണങ്ങി എന്നൊക്കെ. പക്ഷേ ഇവിടെ സന്തോഷത്തിലാണ്. ആ മോൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത് കൂട്ടുന്ന ഓരോ സന്തോഷ നിമിഷങ്ങളുണ്ട്. അതൊന്നും കൊടുക്കാനായിട്ട് പെറ്റമ്മയായി നിനക്ക് പോലും കഴിയില്ല. ഇനി മേലാൽ ഇങ്ങനെ ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. രചനയാകെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു കടന്ന് കിട്ടി. പിന്നെ ഇഷിതയുടെ വീട്ടിലേക്ക് മഹേഷിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. പക്ഷേ ആ വരുന്ന ആ ഒരു സമയത്ത് ജിജിക്ക് കാണിക്കാനാണെങ്കിൽ പോലും കുറച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവർ പരസ്പരം തുറന്ന് സംസാരിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേരെ. സി ഓക്കെ, താങ്ക് യു.